ഞാൻ വീട്ടിൽ ചില പ്രശ്നങ്ങളുമായിട്ട് കടന്നു വന്നത്. ഞാൻ വീട്ടിൽ ചില പ്രശ്നങ്ങളുമായിട്ടാണ് ഇവിടെ കടന്നു വന്നത്. ആ വിഷയം ആരുടെ അടുത്ത് പറയുമെന്ന് ചിന്തിച്ചുകൊണ്ട് വന്നു. യെസ്, എൻ്റെ യേശു എൻ്റെ അടുത്ത് സംസാരിച്ചു. ലോക മനുഷ്യരുടെ അടുത്ത് പറയാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇവിടെ കടന്നു വന്ന് തീർന്നപ്പോൾ പാട്ടിൽ കൂടെ എനിക്ക് ആശ്വാസം നൽകി. വചനത്തിൽ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞപ്പോൾ അതിൽ കൂടെ എൻ്റെ സ്വർഗത്തിലെ ആശ്വാസം തന്നു. കടന്നു വന്നത് അനുഗ്രഹമായിരുന്നു. കടന്നു വന്നത് എൻ്റെ കർത്താവിനെ സംസാരിക്കാനുള്ള സാവകാശം ഒരുക്കി. യെസ്, ഒന്നുമില്ല എന്ന് നാം ചിന്തിക്കുന്ന സ്ഥാനത്ത് എൻ്റെ സ്വർഗത്തിലെ ദൈവം എൻ്റെ കൂടെ സംസാരിച്ചു. ഞാൻ ഇനി മടങ്ങിപ്പോണ സമയത്ത് എന്ത് പ്രശ്നമായിട്ട് ഞാൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ടോ അത് എൻ്റെ സ്വർഗത്തിലെ സന്നിധിയിൽ ഏൽപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഞാൻ ഒന്നും തിരിച്ചു കൊണ്ടുപോയില്ല. രോഗമാണെങ്കിലും ശരിയല്ല, എൻ്റെ പ്രയാസങ്ങൾ എന്തായാലും ശരിയല്ല, കടഭാരമായാലും ശരിയല്ല, ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളായാലും ശരിയല്ല, കുഞ്ഞുങ്ങളുടെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളായാലും ശരിയല്ല, അയൽവാസിയെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളായാലും ശരിയല്ല, കുടുംബത്തിന് ചൊല്ലിയുള്ള പ്രശ്നങ്ങളായാലും ശരിയല്ല, ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വർഗത്തിൽ ദൈവം വ്യക്തമാക്കുന്നുണ്ട്. എൻ്റെ ചുമലിൽ ഏൽപ്പിച്ചു തരണം. എന്നെ ഏൽപ്പിക്കുക. കരുതുന്നൊരു ദൈവത്തിനെയാണ് നാം കാണുന്നത്. കരുതുന്നൊരു ദൈവത്തിനെയാണ് നമ്മളിവിടെ കാണുന്നത്. യെസ്, സ്വർഗത്തിലും വ്യക്തമാക്കുന്നുണ്ട്. എന്ത് ഭാരമുണ്ടെങ്കിലും എന്നെ ഏൽപ്പിച്ചിട്ട് വേണം നിങ്ങൾ പോകേണ്ടത്. അതിൻ്റെ വിടുതൽ കാണുമ്പോൾ, ആ വിടുതൽ അനുഭവിക്കുമ്പോൾ, ആ സ്വർഗത്തിൽ ദൈവം സ്തുതിക്കാൻ അവസരം ഒരുക്കുമ്പോൾ ഞാൻ സ്തുതിക്കാൻ മറക്കരുത്. യെസ്, വിടുവിക്കുന്ന ഒരു ദൈവത്തിനാണ് നമ്മൾ സേവിച്ചെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ യേശു വ്യക്തമായിട്ട് പറയുന്നത്, ഞാൻ നിങ്ങളെ വിടുവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എന്ത് വിഷയമുണ്ടെങ്കിലും ശരി തന്നെ എൻ്റെ സന്നിധിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വിടുതൽ നിശ്ചയമെന്ന് ദൈവത്തിന് ആത്മാവ് വ്യക്തമാക്കുന്നുണ്ട്. അതിൽ വിടുതൽ എനിക്ക് കേൾപ്പിച്ചു, അത് കൽപ്പിക്കുകയും ചെയ്തു. അത് ഞാൻ അനുഭവിക്കാനുള്ള സാവകാശം എൻ്റെ സ്വർഗത്തിൽ ദൈവത്തിന് ഒരുക്കിയിട്ടുണ്ട്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിടുവിക്കുന്ന ഒരു ദൈവത്തിനാണ് നമ്മളിവിടെ സേവിക്കുന്നത്. വിടുവിക്കുന്ന ഒരു ദൈവത്തിന് അത്രയും നമ്മളിവിടെ വന്ന് കടന്നു വന്നിരിക്കുന്നത്. ഉറപ്പുള്ളവർ എത്ര ഉണ്ട്? നമുക്ക് സ്തുതിക്കാമോ? സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സ്തുതിക്കാമോ? എൻ്റെ കർത്താവ് വെറുതെയല്ല ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. വെറുതെയല്ല നമ്മളിവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. വെറുതെയല്ല ഇന്ന് ഈ സമയത്തിനും ഈ ഭാഗത്തും കടന്നു വരാനുള്ള സാവകാശം എൻ്റെ സ്വർഗത്തിലേക്ക് ഒരുക്കിയത്. എൻ്റെ കൂടെ ഇന്ന് സംസാരിച്ചു. എനിക്കിന്ന് വിടുതൽ കൽപ്പിച്ചിട്ടുണ്ട്. ഭവനത്തിൽ ചെല്ലുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ കാണുന്ന വ്യക്തികൾ ഈ കൂട്ടത്തിലുണ്ട്. യെസ്, അതിൻ്റെ വിടുതൽ കൽപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. Hallelujah, hallelujah, hallelujah.
താങ്ക് യു ജീസസ്.